യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. നിരാശയുടെ, കുറ്റബോധത്തിൻ്റെയോ പാപത്തിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ കടബാധ്യതയുടെയൊക്കെയോ പലതരത്തിൽ മനസ്സ് ഇരുണ്ടതായി തോന്നുകയാണെങ്കിൽ, മനസ്സ് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമുക്ക് കർത്താവ് തരുന്നത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ആ വചന ഇപ്രകാരമാണ്. ഭയങ്കര പവർഫുള്ളായ പോസിറ്റീവ് എനർജി തരുന്ന വചനമാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നോക്ക് പ്രിയമുള്ളവരെ, കർത്താവ് പറയാം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക വേണ്ട, പരിഗണിക്കുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട. എന്നിട്ട് കർത്താവ് പറയാണ്, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രിയമുള്ളവരെ, ആ വചനം ശ്രദ്ധിച്ചേ. വലിയ പ്രതീക്ഷയുടെ ഒന്ന്. അതാണ് കർത്താവ് പറയുക, ഒരു പുതിയ കാര്യം, പഴയതൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവാ. എന്നിട്ട് കർത്താവ് തുടങ്ങി, ആരംഭിച്ചു കഴിഞ്ഞു. ദൈവം പറയാണ്, നിങ്ങളത് അറിയുന്നില്ലേ ഇങ്ങനെ ആരംഭിച്ചത്? അതെന്താ ആരംഭിച്ചത്? അതായത് വിജനപ്രദേശത്ത് ഒരു വഴി കർത്താവ് വെട്ടിയൊരുക്കുന്നു. അതുപോലെ തന്നെ മരുഭൂമിയിൽ നദികളുണ്ടാകും. പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവം നമ്മുടെ മുൻകാല കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളൊക്കെ മറക്കാൻ പറയുന്നു. അത് എറിഞ്ഞു കളയുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. എന്നിട്ട് കർത്താവ് പറയുക, ദൈവം നമുക്ക് വേണ്ടി പുതിയതും ഉന്നതമായ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതാൻ്റെ വാക്കോർത്ത്, അത് അസാധ്യം നമുക്ക് തോന്നും, അസാധ്യതപ്പുറമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അത് കർത്താവ് പറയുക, മരുഭൂമിയിൽ അരുവികൾ ഉണ്ടാക്കുന്നു. എന്താ അർത്ഥമാക്കുന്നത്? എല്ലാ തരത്തിലും നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദാനം തരികയാണ്, പ്രത്യാശ തരുന്നു, എല്ലാം പുനഃസ്ഥാപിക്കും, പുതിയ തുടക്കങ്ങൾ, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുകയാണത്. അർത്ഥമാക്കുന്നതാണ് പ്രിയമുള്ളവരെ, പഴയ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട, അത് ശ്രദ്ധ കേന്ദ്രീകരിക്കും പോലും വേണ്ട. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നോക്കുവാൻ നമ്മെ കർത്താവ് പ്രേരിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ദിവസമായി ഇന്നും മാറും. ഇന്നലകൾ ചിന്തിക്കേണ്ട. ഇന്നലകൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ തകർത്തോ അതൊന്നും ചിന്തിക്കാതെ നാളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന് പുതിയ തുടക്കം എന്ന് പറയുന്നത് മരുഭൂമിയിൽ നദി ഉണ്ടാകുന്ന പോലെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കർത്താവ് പറയുന്നു, എന്നാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കർത്താവ് ഒരുക്കും, വിജനപ്രദേശത്ത് വഴിയും ഒരുക്കും. അത് നമ്മെ ശക്തിപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സാധിക്കുകയും ചെയ്യും. ഒരു ദൈവിക മാറ്റവും, അതായത് ദൈവിക ഒരു ചേഞ്ച്, ഒപ്പം തന്നെ പുതിയ പ്രത്യാശയുടെയും സന്ദേശമാണ്. അത്ഭുതകരമായ രക്ഷയുടെ പ്രവൃത്തി ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, മറക്കരുത്, ഏത് നിരാശയുടെ ചരിത്രമാണ് ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയുന്നു, അതെന്നേക്കുമായി മറക്കുക. പ്രതീക്ഷയുടെ പൊൻപൊലി തരുന്ന പ്രത്യാശയുടെ ഒരു ദിവസം ഇന്ന് ആരംഭിക്കാൻ പോവുക. നിങ്ങളുടെ എല്ലാ ദുഃഖത്തിൻ്റെ, വേദനയുടെ, സന്തോഷം എടുത്തു മാറ്റുന്ന എല്ലാ അവസ്ഥയും, എല്ലാ നിയോഗവും സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. എന്നിട്ട് കർത്താവ് എടുത്ത് പുതിയ വ്യക്തിയായി പുതിയ കാര്യം കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയുടെ ദിവസം കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.